ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകും, അറിയാം, ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ 800 കോടി രൂപയ്ക്ക് 8 ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ, 4 ട്രെയിനിങ് ഫെസിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാവരും നോക്കുമ്പോൾ 800 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫുട്ബോളിൽ ഒരു വാവ് ഫാക്ടർ നൽകുന്നുണ്ട്. പക്ഷേ ഞാൻ നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ചില ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ കാണും. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. 800 കോടിക്ക് ഈ 8 ഫുട്ബോൾ സ്റ്റേഡിയവും 4 ട്രെയിനിങ് ഫെസിലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത്, അതായത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു കോസ്റ്റൊക്കെ വരുന്നത് മിക്കവാറും 100 കോടിയിൽ താഴെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതുമായി ഞാൻ ഒരു ഗ്രൂപ്പിലൊക്കെ ഒരു ചർച്ച ചെയ്തിട്ടുള്ളൊരു സമയത്ത് അപ്പം ഒരു ബ്രോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയവും ബാക്കി ചെറിയ ചെറിയ സ്റ്റേഡിയംസൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ആയിരിക്കും, അല്ലാതെ ഈ 800 കോടിക്ക് പറഞ്ഞ പോലെ ഇത്രയും ഒരു കാര്യം എന്നുള്ള നിലയിലായിരിക്കില്ല വരിക എന്നുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, മലപ്പുറത്ത് പുതിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം വരുന്നു, അതിൻ്റെ ഒരു കോസ്റ്റ് 75 കോടിയൊക്കെയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അത് 50,000 കപ്പാസിറ്റി ഒക്കെയുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആകുമെന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറയുകയും ചെയ്തതാണ്. ഒരു പക്ഷേ മിക്കവാറും പയ്യനാടുള്ള ആ ഒരു സ്റ്റേഡിയം ഒന്ന് റെനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ 75 കോടിക്കൊക്കെ അത് പോസിബിൾ ആകുമെന്നുള്ളത്. പക്ഷേ പിന്നീട് വാർത്ത വന്നിരുന്നു, അല്ല, ഒരു ഫുട്ബോൾ പുതുതായിട്ട് വരുന്ന തന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെ ഇത് പോസിബിൾ ആവും. എൻ്റെ കാര്യം ഞാൻ പറയും. ഇപ്പം വിദേശത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു ചിലവ് ഒക്കെ വരുന്നത് 500 കോടി രൂപയൊക്കെ, അത് ഇന്ത്യൻ രൂപയിലേക്ക് വരുന്ന സമയത്ത് അത്രയൊക്കെയാണ് ചിലവ് വരുന്നതെന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലോട്ട് വരാം, അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരാം. ഏറ്റവും അവസാനം വന്നിട്ടുള്ളൊരു മേജർ സ്റ്റേഡിയമാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു കോസ്റ്റ് ഞാൻ നോക്കിയ സമയത്ത് 150 മുതൽ 200 കോടി രൂപ വരെയൊക്കെയാണ് ചിലവ് വന്നിരിക്കുന്നത്. അത് എന്നാണ് 11 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ആ ഒരു സ്റ്റേഡിയം വന്നുള്ളത്. അപ്പം അതെന്താണ് നമ്മൾ ഈ ഒരു 2024 എത്തുമ്പോൾ അത് പോസിബിൾ ആകുമോ എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഒരു പുതിയ കൊച്ചിൻ സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. അത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു 50,000 മറ്റോ കപ്പാസിറ്റി ഉള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, അതിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റി, ഇതെല്ലാം കൂടി 750 കോടി രൂപയാണ് പറയുന്നത്. നെടുമ്പാശ്ശേരിയിലാണ് അത് വരുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് മേക്ക് സെൻസ്. കാരണം അതിലൊരു ലോജിക് ഉണ്ട്. 750 കോടിക്ക് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ട്രെയിനിങ് ഫെസിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ബഡ്ജറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ 800 കോടിക്ക് 8 സ്ഥലങ്ങളിൽ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറയുന്നത്, അതിനോടൊപ്പം ഈ ട്രെയിനിങ് ഫെസിലിറ്റീസും മറ്റേ 4 ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എമൗണ്ടിൽ അത് എങ്ങനെയായി തീരും എന്നുള്ളതൊക്കെയാണ് ഒരു പ്രശ്നം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം പുതിയ സ്റ്റേഡിയംസൊക്കെ, ഇപ്പം സ്റ്റേഡിയംസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പറയാനായിട്ട് കുറേ സ്റ്റേഡിയംസ് ഉണ്ട്. പക്ഷേ പറഞ്ഞ ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം ഇനിയും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ സ്റ്റേഡിയംസ് മാത്രമല്ല, പല കാര്യങ്ങളും ഇതുപോലെ പുതിയ ഇനിഷ്യേറ്റീവ് എന്ന നിലയിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ പല കാര്യങ്ങളും മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ കാര്യം നോക്കൂ, ഇപ്പം നമ്മുടെ ഈ ഒരു പയ്യനാട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ആക്ഷേപങ്ങളുണ്ട്. അത് മെയിൻ്റനൻസ് ഒന്നും കൃത്യമായിട്ടല്ല നടക്കുന്നത്. ഒരു മാച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഇതിനു വേണ്ടി വൃത്തിയാക്കും, അല്ലാതെ ഒരു പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് സ്റ്റേഡിയത്തിൻ്റെ കാര്യം മാത്രമല്ല, ഈവൻ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ടോയ്ലറ്റിൻ്റെ കേസ് എടുത്താലും, വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യം എടുത്താലും തുടങ്ങി അങ്ങനെ ഓരോ കേസ് എടുത്താലും മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം 8 സ്ഥലങ്ങളിൽ ഈ ഒരു സാധ്യതകളുള്ളപ്പോൾ ഇത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യപ്പെടുമോ എന്നുള്ളതൊരു കൺസേൺ ആണ്. അപ്പം ഫോർ മീ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പറഞ്ഞു ലോകത്തിന് കാണിക്കാൻ, ഇപ്പം കേരളത്തിൽ ഇത്രയും വലിയ ഫുട്ബോൾ കൾച്ചറുണ്ട്, ലോകരാജ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് 1-2 ഒരു ഫുട്ബോൾ സ്റ്റേഡിയം എങ്കിലും നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ബാക്കി പണങ്ങൾ ഉപയോഗിച്ച് ചെറിയ സ്റ്റേഡിയംസോ ട്രെയിനിങ് ഫെസിലിറ്റീസോ, അതാണ് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻസ് ആണ്. കാരണം ഇത്രയും ഒരു കുറഞ്ഞ എമൗണ്ട്, 800 കോടി എന്ന് പറയുന്നൊരു കുറഞ്ഞ എമൗണ്ട് അല്ല പറയുന്നത്. ആ ഒരു എമൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, അത് ചെയ്യാൻ കഴിഞ്ഞാലും ഒരു നല്ല കൺസ്ട്രക്ഷനിൽ നല്ലൊരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന നിലയിലൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ളതാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. സോ ആ ഒരു തരത്തിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഉണ്ടാകും. അത് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. നമുക്ക് ആ രീതിയിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്.